നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ മാക്സിമം ഒരിക്കൽ പോലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട്, അതായത് റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയർ ആവട്ടെ, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹരിക്കാവുന്നതുമാണ്. പേഴ്സണൽ റീഡിങ്സിൻ്റെ ആവശ്യത്തിനായിട്ടും പേഴ്സണൽ റിച്വലിൻ്റെ ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സും പേഴ്സണൽ റിച്വൽസും എടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായിട്ടുള്ള ഹീലിംഗ് കോഡ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ദ സൺ കാർഡ്, പേജ് ഓഫ് വാൻഡ്സ്, ദ ഡബിൾ കാർഡ്, 8 ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ ജസ്റ്റിസ് കാർഡ്, ദ ടവർ കാർഡ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രണയം, ഇപ്പോഴത്തെ സ്റ്റേജല്ല, നേരത്തെ ഉള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ പ്രണയത്തിൻ്റെ മുൻപേ ഉള്ള എനർജി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നിങ്ങളുടേത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും. നിങ്ങളെക്കുറിച്ചിട്ട് ഒരു കുറ്റം പോലും മറ്റൊരാൾ പറയുവാൻ നിങ്ങളുടെ വ്യക്തി അനുവദിച്ചിരുന്നില്ല. നിങ്ങളെ ഇഷ്ടമല്ലാത്തവരുടെ മുമ്പിൽ പോലും നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല പലരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുമായിരുന്നു. അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി തന്നുകൊണ്ടിരുന്നത്. എത്ര ജോലി തിരക്കാണെങ്കിൽ പോലും, എന്ത് കാര്യം എത്ര തിരക്കാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുമായിരുന്നു. നിങ്ങളുമായിട്ടിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കലഹം ഉണ്ടായി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ കൊണ്ടിട്ടുള്ള കലഹങ്ങളാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തി നിങ്ങളോട് മാപ്പ് പറയുമായിരുന്നു. ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിക്കും. ആ വ്യക്തി എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പറയും അതിനെല്ലാം മാപ്പ്. നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം, നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ലോകം എന്നുള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും. കാരണം നിങ്ങൾ അത്രയ്ക്കൊരു വിലപിടിപ്പുള്ള, അത്രയ്ക്ക് പ്രഷ്യസ് ആയിരുന്നു നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരുമ്പോഴാണെങ്കിൽ തന്നെയും ആ ഒരു ഗിഫ്റ്റിൻ്റെ വില പോലും നോക്കാതെ ആയിരുന്നു ആ വ്യക്തി നിങ്ങൾക്ക് ഓരോരോ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്നത്. നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. ഒരിക്കൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവട്ടെ, നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്താവട്ടെ, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഇത്രമേൽ അകന്നു പോകും. ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ കയറി ഇത്രയേറെ പ്രശ്നമുണ്ടാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു നേരത്തെ തന്നിരുന്നത്, ഇപ്പോൾ നേരെ വിപരീതമാണ്. നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് നിരന്തരമായിട്ട് നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു.
നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ പോലും, ആ വ്യക്തിയുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യാത്ത, നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും തരാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് എത്തിച്ചു. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണിന് കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു നിലവാരത്തിലേക്ക്, അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ. നിങ്ങളപ്പോൾ ചിന്തിച്ചേക്കാം, പണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അതായത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സണിന് കടന്നു വന്നിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ എന്ന്. ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്, വശീകരിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ വ്യക്തി, അതായത് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് ആ തേർഡ് പേഴ്സൺ ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ അറിയാം ഈ ഒരു തേർഡ് പേഴ്സൺ ആരാണ് എന്നുള്ളത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടും എത്ര സ്ട്രോങ് ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു കൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആരുടെടുത്തൊക്കെയാണോ, അത് പ്രത്യേകിച്ച് ഇന്ന വ്യക്തി എന്നില്ല, ആരുടെടുത്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റാരും, ഏറ്റവും കൂടുതൽ ഈ ഒരു ലോകത്ത് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിനെ കിട്ടിയതുകൊണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരുടെടുത്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അവരെല്ലാം വളരെ അസൂയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്കതെല്ലാം അങ്ങ് നശിച്ചു പോകണേ എന്നുള്ളൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയെടുത്ത്, അതായത് പല ആൾക്കാരെടുത്തും വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പറയുമ്പോഴെല്ലാം ആ വ്യക്തി ചിന്തിച്ചത് മുഴുവനും നിങ്ങൾ എത്ര അഹങ്കാരിയാണ്, നിങ്ങളുടെ ഈ അഹങ്കാരം ദൈവം എങ്ങനെയെങ്കിലും നിർത്തിക്കൊടുക്കണേ. ഇവിടെ അനാവശ്യമായിട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളെന്ന വ്യക്തിയും നിങ്ങൾ ആരുടെടുത്താണോ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്, അവർ പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നാശം വരട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചതും പറഞ്ഞതും. അത്രയ്ക്ക് ദുഷ്ട മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ പല കാര്യങ്ങളും അവർ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ആരെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിൽ തന്നെയും. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം വന്നത്, നിങ്ങൾ ശരിക്കും വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. അത് ഈ പറഞ്ഞ വ്യക്തികൾക്കെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ശരിക്കും ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ അവർക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തി വന്ന ഒരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ അറിയാം ഇതാരൊക്കെ ആയിരിക്കും, നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ, നിങ്ങളുടെ നെയ്ബേഴ്സ് ആണോ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ച് ആൾക്കാരുടെ മുമ്പിലെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്, സിറ്റുവേഷൻ എന്താണ്, അത് ഹൈഡ് ചെയ്തിട്ട് ഇരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്തു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വരേണ്ടതല്ല. നിങ്ങളുടെ ഇടയിൽ മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനോ വരേണ്ടതല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തികളുടെ കുറേ ആൾക്കാരുടെ കണ്ണുകൾ കൊണ്ടും ശത്രുദോഷം കൊണ്ടിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു ഭവിച്ചു. അതിന് നിങ്ങൾ പരിഹാരം ചെയ്യണം. ഇപ്പോഴും ഇവരുടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും കൈവിട്ട് പോയിട്ടില്ല. അത് നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എല്ലാം നശിച്ചു പോയി, ആ വ്യക്തി ഇനി തിരിച്ചു വരില്ല, നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അകന്നുപോയി, ഇനി ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ജീവിതമില്ല, ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കാണിച്ചിരിക്കുന്നത് അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മരണം വരെ ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും ആർക്കും പിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ തന്നെയും ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്കാവട്ടെ ആ ഒരു വ്യക്തിയെടുത്ത് ഒരുപാട് സ്നേഹം കൂടുന്നു. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോ നിമിഷവും സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ സ്ഥലങ്ങൾ
സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, അതായത് നിങ്ങളുടെ മക്കൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ഒരു എന്താ പറയണ്ടേ തുടക്കം തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം എത്ര വഴക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെയും ആ ഒരു ദിവസത്തിൽ കൂടത്തില്ല. ആ ഒരു രാത്രി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വഴക്ക് ഒക്കെ അവസാനിക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കലഹം ഉണ്ടായിട്ട് തന്നെ നാളുകളായി. നിങ്ങൾ ശരിക്കും തകർന്ന അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതിരുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇവിടെ ആൽക്കഹോളിന് അഡിക്റ്റഡായി, ഡ്രഗ്സിന് അഡിക്റ്റഡായി എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്ത ഒരു ചീറ്റിംഗ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദുശീലങ്ങളും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കുടിക്കും എന്നുണ്ടെങ്കിൽ തന്നെയും ഇത്രയേറെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അതായത് ഓവർ ഡോസേജ്, അതായത് ഡ്രഗ്സിൻ്റെ ഓവർ ഡോസേജ്, അമിതമായി ആൽക്കഹോൾ യൂസ് ചെയ്യുക, ഈ ഒരു അവസ്ഥയൊന്നും നിങ്ങളുടെ ലൈഫിൽ ഇന്നേ വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പല ദിവസവും നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഒരുപാട് കുടിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ ഫിസിക്കലി നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നത് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജിയാണ്. നിങ്ങളെന്ന പേഴ്സൺ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ എനർജി ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജീവിതം ഇല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ വ്യക്തി എന്ത് ചെയ്യുന്നു, അവർ സമയത്തിന് ആഹാരം കഴിച്ചിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ. ഇപ്പോൾ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ആ ഒരു അസുഖം മാറുന്നിടം വരെ നിങ്ങൾക്കൊരു മനസ്സിലൊരു വെപ്രാളം, ഒരു വിഷമമാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ബോധവടെ അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ആൽക്കഹോളിന് അഡിക്റ്റഡ് ആണ്, ഡ്രഗ്സിന് അഡിക്റ്റഡ് ആണ്. ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് തന്നെ ഒരുപാട് അഡിക്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. ഈ ഒരു തേർഡ് പേഴ്സണിലുള്ളത് നെഗറ്റീവായിട്ടുള്ളൊരു ഊർജ്ജമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ വ്യക്തിയിലേക്കും അത് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്കും സ്പ്രെഡായി. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇത്രയേറെ നശിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ എതിർത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ എന്താണോ പറഞ്ഞിരുന്നത് അതുപോലെ നിങ്ങൾ അനുസരിക്കുമായിരുന്നു. എന്തിന് ഏത് എന്നുള്ളൊരു ചോദ്യം പോലും ഇല്ലാതെ അവർ എന്താണോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് അതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയുന്നത് അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ആ ഒരു തേർഡ് പേഴ്സണിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവർ അനുസരിച്ചിരിക്കുന്നു. അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ വളരെ ഏറെ സന്തോഷമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ എന്തോ ആ ഒരു തേർഡ് പേഴ്സണിൽ വളരെ എന്തൊക്കെയോ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാടുകളും കാണുന്നുണ്ട്. ആ ഒരു സാമ്പത്തിക ഇടപാടുകൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നല്ലതായിട്ട് വരില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും യൂണിവേഴ്സോ ഈശ്വരനോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോ അല്ല അകറ്റിയിട്ടുള്ളത്. അത് ഒരു മനുഷ്യൻ്റെ എനർജി തന്നെയാണ് അകറ്റിയിട്ടുള്ളത്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ദുഷ്ട ചിന്തയുള്ള ഒരു തേർഡ് പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ ഇത്രയേറെ കൺട്രോൾ ചെയ്ത് അവരുടെ കയ്യിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ട് അവരേതൊക്കെയോ ദുർമൂർത്തികളെ ആരാധിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റാൾക്കാരുടെ മുമ്പിൽ ഈ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കാം.
പല ആൾക്കാരടുത്തും ഈ ഒരു തേർഡ് പേഴ്സണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയതും നിങ്ങളെ ഉപേക്ഷിച്ചതും ഒക്കെ ഈ ഒരു തേർഡ് പേഴ്സണിന് അറിയാം. നിങ്ങളെ രണ്ടുപേരെയും നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ. പല ആൾക്കാരും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവാം, നിങ്ങളെക്കുറിച്ചിട്ട് തിരക്കുന്നുണ്ടാവാം. അവരുടെ അടുത്തെല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് നിങ്ങളെ വളരെ മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി ആക്കിയിട്ടാണ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഈ തേർഡ് പേഴ്സൺ പറയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം തേർഡ് പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ അറിയുന്നത് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് അത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണ്, നിങ്ങൾ മോശമായ രീതിയിൽ നടന്നതുകൊണ്ടാണ്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ചീറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞ് സ്പ്രെഡ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് തന്നെ പലരും ഇത് ചോദിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആയിരിക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ വ്യക്തി ഒരക്ഷരം ഈ ഒരു തേർഡ് പേഴ്സണെതിരെ പറയുന്നില്ല. അതാണ് ഇവിടെ വളരെ അത്ഭുതമായിട്ട് തോന്നുന്നത്. കാരണം നേരത്തെയൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുവാൻ നിങ്ങളുടെ വ്യക്തി അനുവദിച്ചിരുന്നില്ല. നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ പോലും നിങ്ങളെ കൊണ്ടുപോകുവാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടിമയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ജീവിക്കുന്നത്. ആ ഒരു തേർഡ് പേഴ്സൺ തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒരക്ഷരം എതിരെ സംസാരിക്കുന്നില്ല. അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നൊന്നും പറയാതെ നീ പറഞ്ഞോ എന്നുള്ളൊരു മട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ സങ്കടം കാണുന്നുണ്ട്. നിങ്ങൾ ഇത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ ഒരു സാഹചര്യമൊക്കെ മാറും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ്. ഒരിക്കലും അത് ഈശ്വര നിശ്ചയമോ വിധിയോ ഒന്നുമല്ല. ഈ ഒരു തേർഡ് പേഴ്സൺ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങളെ തമ്മിൽ പിരിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് വിചാരിച്ചു, ആഗ്രഹിച്ചു. അവർ അത് അറ്റം വരെ പോയിട്ടും അത് നടപ്പിലാക്കി. അതാണ് സത്യം. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം ബ്ലൂ കളറിലെ അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ പച്ച കളറിലെ പേന അല്ലെങ്കിൽ സ്കെച്ച് പെന്നാണ് വേണ്ടത്. പിന്നെ ഒരു വെള്ള കളറിലെ പേപ്പറുമാണ് വേണ്ടത്. നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുടെ പേരനുസരിച്ചിട്ടുള്ള ഹീലിംഗ് കോഡ് തരുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്കും പേഴ്സണൽ റിച്വൽസ് എടുക്കുന്നവർക്കുമാണ് ഹീലിംഗ് കോഡ്സ് നൽകുന്നത്. പേഴ്സണൽ റിച്വൽസിൻ്റെയും പേഴ്സണൽ റീഡിങ്ങിൻ്റെയും ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി റിച്വൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് ജനറൽ റിച്വലാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ജനറൽ റിച്വൽ അത്രയ്ക്ക് മൈൻഡ് പോസിറ്റീവായിട്ട് വെച്ചിരിക്കുന്നവർക്ക് മാത്രമേ ജനറൽ റിച്വൽ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ബ്ലൂ കളറിലെ പെൻ അല്ലെങ്കിൽ പച്ച കളറിലെ പേന കൊണ്ടിട്ട് ഇതുപോലൊരു ലവ് സിമ്പൽ വരയ്ക്കുക. അതിനകത്ത് ഇൻഫിനിറ്റിൻ്റെ ഒരു സിമ്പലും കൂടെ വരയ്ക്കുക. ലെഫ്റ്റ് സൈഡിൽ മീ എന്ന് എഴുതുക. റൈറ്റ് സൈഡിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതുക. യു എന്നുള്ളതിനകത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതുന്നതാണ് നല്ലത്. തൊട്ട് താഴെ യു ആർ മൈൻ എന്നെഴുതിയതിന് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ കോൾ മീ നൗ എന്നെഴുതിയതിന് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ നോബഡി ക്യാൻ എവർ സെപ്പറേറ്റ് അസ് ഇങ്ങനെ എഴുതിയതിന് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേപ്പർ നല്ല ഭദ്രമായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിനകത്താക്കിയതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. നിങ്ങൾ ഏതൊക്കെ കാര്യമാണോ എപ്പോഴും യൂസ് ചെയ്യുന്നത്, എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈൽ പൗച്ചിൻ്റെ ബാക്കിൽ വെക്കാം. നിങ്ങളെപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മേശയ്ക്കകത്ത് വെക്കാം, നിങ്ങളുടെ അലമാരിക്കകത്ത്, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഇടയിൽ വെക്കാം. ഇതെപ്പോഴും എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുശേഷം നിങ്ങളിത് പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് തൊട്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ്.
നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു കോളെങ്കിലും നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങളെ തമ്മിൽ പിരിക്കുവാൻ ഈ ലോകത്ത് മറ്റാർക്കും സാധിക്കുകയില്ല. എപ്പോഴും നിങ്ങൾ ഇതൊന്ന് പറയുക. നിങ്ങൾക്ക് റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത് ഓരോ തവണ നിങ്ങൾ പറയും തോറും നിങ്ങളിത് യൂണിവേഴ്സിന് അയക്കുന്ന മെസ്സേജായിട്ട് തന്നെ കരുതണം. നിങ്ങൾ സങ്കടപ്പെട്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടം നിറഞ്ഞൊരു നെഗറ്റീവ് മെസ്സേജ് അയക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോസിറ്റീവ് മൈൻഡോടുകൂടി മനസ്സെപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് വെച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമാണ് ലഭിക്കുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇത് ചെല്ലാൻ പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു കാര്യം വിചാരിക്കുക, അതിനെല്ലാം പരിഹാരമുണ്ട്. പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെല്ലാം പരിഹാരം കണ്ടെത്താവുന്നതാണ്. നിങ്ങളുടെ മനസ്സൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിനനുസരിച്ച് നിങ്ങൾക്ക് ഹീലിംഗ് കോഡ് തരുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്കും റിച്വൽസ് എടുക്കുന്നവർക്കുമാണ് ഈ ഹീലിംഗ് കോഡ് ഫ്രീ ആയിട്ട് തരുന്നത്. ഈ ഹീലിംഗ് കോഡ് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് അങ്ങനത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റിച്വൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് ലഭിക്കുന്നതാണ്. പേഴ്സണൽ ഹീലിംഗ് കോഡ്സ് വെച്ച് പേഴ്സണൽ റിച്വൽസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനും റിച്വൽസിൻ്റെ ആവശ്യത്തിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.